ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ഇയർ ബുള്ളറ്റ് ജേണലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മന്ത്ലി ബുള്ളറ്റ് ജേണൽ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്ന മന്ത്ലി ബുള്ളറ്റ് ജേണലാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ജനുവരിന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നടുക്കത്തെ ഭാഗം ഒഴിവാക്കിയിട്ട് താഴെ മേലെയായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നടുക്ക് കൂടെ 2025 എന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ഉദ്ദേശിക്കുന്ന ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ. ഈ മന്തിൽ ഞാൻ ഡിസൈൻ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ ഫ്ലവേഴ്സും പിന്നെ കുറച്ച് സ്റ്റാർസും ഒക്കെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വരച്ചതിന് ശേഷം ഞാൻ ഹൈലൈറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സിനൊക്കെ കളർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്കെച്ച് ഉപയോഗിച്ച് ലീവ്സിനും കളർ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ഹൈലൈറ്റേഴ്സ് എടുത്ത് ആ 2025 എന്നുള്ള ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഫ്രണ്ട് പേജ് റെഡിയായി. ഇനി സെക്കൻഡ് പേജിൽ കലണ്ടറാണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ജനുവരി എഴുതി കൊടുത്തിട്ട് ജനുവരിത്തെ കലണ്ടർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെയിം ഫ്ലവേഴ്സും കൂടി ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് ഞാനൊരു കോഡും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ ഉപയോഗിച്ച അതേ ഹൈലൈറ്റേഴ്സ് ഉപയോഗിച്ച് കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ പേജ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ 1 ലൈൻ എ ഡേ ആണ് കേട്ടോ. അതായത് ഒരു ദിവസത്തിനെ കുറിച്ച് ഒരു ലൈനാക്കി എഴുതുന്നതാണ് 1 ലൈൻ എ ഡേ. അപ്പോൾ ഞാൻ ആ പേജിൻ്റെ ഫസ്റ്റ് തന്നെ 1 ലൈൻ എ ഡേ എന്ന് നല്ല വലുതാക്കി എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ 31 ദിവസവും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സും സ്റ്റാർസും വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ലൈൻ എ ഡേ എന്നുള്ളതിൽ 2 ഹൈലൈറ്റേഴ്സ് ഉപയോഗിച്ച് ഒന്ന് കളർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലവേഴ്സിന് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ ഹാബിറ്റ് ട്രാക്കറാണ് കേട്ടോ. നമുക്ക് എന്തൊക്കെ ഹാബിറ്റ് വേണോ അതെല്ലാം നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് തന്നെ ഹാബിറ്റ് ട്രാക്കർ എന്ന് വലുതായി എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ സെയിം കുറച്ച് ഫ്ലവേഴ്സും സ്റ്റാർസും വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 31 ദിവസങ്ങൾ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ സെയിം ഹൈലൈറ്റേഴ്സും സ്കെച്ച് ഉപയോഗിച്ച് ഫ്ലവേഴ്സ് ഒന്ന് കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ സ്കൈ ട്രാക്കറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫസ്റ്റ് തന്നെ സ്കൈ ട്രാക്കറിന്ന് നല്ല വലുതാക്കി എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സും സ്റ്റാർസും ഒക്കെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ 31 ദിവസങ്ങളിൽ ബോക്സസും കൂടി വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെ ഞാൻ കുറച്ച് പിക്ചേഴ്സും കൂടി വരച്ചെടുക്കുന്നുണ്ട്. അന്നത്തെ ദിവസം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കതിൽ നോക്കി ചെയ്താലോ. അപ്പോൾ ഞാൻ താഴെ കുറച്ച് പിക്ചേഴ്സും കൂടി വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്കൈ ട്രാക്കർ എന്നുള്ള ഒരു ഹൈലൈറ്റേഴ്സ് ഉപയോഗിച്ച് കളർ ചെയ്യുന്നുണ്ട്.
പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലവേഴ്സും കളർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ താഴെ വരച്ചെടുത്ത ചിത്രങ്ങൾക്കും കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ മൂൺ ട്രാക്കറാണ്. അപ്പോൾ ഞാനിതാ മൂൺ ട്രാക്കറിൽ 31 ദിവസങ്ങൾ അടങ്ങിയ ബോക്സസ് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ മൂൺ ട്രാക്കർ എന്നുള്ളത് നല്ല വലുതാക്കി എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത സെയിം ഫ്ലവേഴ്സും കുറച്ച് സ്റ്റാർസും വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ആഴ്ചകൾ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൈ ട്രാക്കറിൽ അത് എഴുതാൻ നേരത്തെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ആയിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സും കൂടി വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ മൂണിൻ്റെ. പിന്നെ ഞാൻ മൂൺ ട്രാക്കർ എന്നുള്ളതിലും കൂടി കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സെയിം മെത്തേഡിൽ ഫ്ലവേഴ്സ്. അപ്പോൾ ഇതങ്ങനെ ഇതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പേജിൽ ഗോൾസ് ആണ് കേട്ടോ. ജനുവരിത്തെ എനിക്ക് നേടാനുള്ള കുറച്ച് ഗോൾസ് അതൊക്കെയാണ് ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗോൾസ് എന്നുള്ളതായിട്ട് നല്ല വലുതാക്കി എഴുതി കൊടുക്കുന്നുണ്ട്. ഗോൾസ് ഫോർ ജനുവരി എന്നാട്ടോ ഞാൻ എഴുതി കൊടുക്കുന്നത്. പിന്നെ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ഫ്ലവേഴ്സും സ്റ്റാർസും വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചുറ്റിനും ഒരു വലിയ ബോക്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോൾസ് ഫോർ ജനുവരി എന്നുള്ളതിലും കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സെയിം മെത്തേഡിൽ ഫ്ലവേഴ്സും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതും കഴിഞ്ഞു. ഈ നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ട്രാക്കറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ സ്റ്റഡി ട്രാക്കർ നല്ല വലുതാക്കി എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ 31 ദിവസങ്ങളടങ്ങിയ ബോക്സസ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് സ്റ്റഡി ട്രാക്കർ എന്നുള്ളത് ഞാനൊന്ന് കളർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലവേഴ്സിന് സെയിം മെത്തേഡ്. പിന്നെ വീക്കുകളും ഇതിൻ്റെ മുകളിൽ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുമ്പോൾ മൂഡ് ട്രാക്കറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ടോപ്പിൽ വലുതായിട്ട് മൂഡ് ട്രാക്കർ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്ലോറൽ ഡിസൈനാണ് എടുത്തതുകൊണ്ട് തന്നെ ഞാൻ 31 ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. പിന്നെ താഴെ ഞാൻ കുറച്ച് ബോക്സസ് വരച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഇമോജീസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോ ഡേയ്സിൽ ഓരോ ഇമോജീസ് എന്തായിരിക്കും എന്നാലും നമുക്ക് അതിൽ നോക്കി ചെയ്താലോ.
അപ്പോൾ ഞാൻ ആ ഓരോ ഇമോജീസിനും ഓരോരോ കളേഴ്സ് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മന്ത്ലി ബുള്ളറ്റ് ജേർണൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.